ഇനി നോക്കൂ 13ാമത്തെ ചാപ്റ്ററിലോട്ട് പോകുമ്പോൾ ഓക്കെ നോക്കൂ യൂറോപ്യൻ യൂണിയൻ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളതാണ് യൂറോപ്യൻ യൂണിയനെ പറ്റിയിട്ട്. മലയാളത്തിലും യൂറോപ്യൻ യൂണിയൻ എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ഇടയ്ക്കൊക്കെ എസ് ഐക്ക് ചോദിക്കുന്ന ഒരു എസ് എ ടോപ്പിക്കാണ് യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നിങ്ങൾ എസ് ഐക്ക് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ പോയിന്റ് എഴുതണം? ഇതൊക്കെ സബ് ടോപ്പിക്സ് ആണ് യൂറോപ്യൻ യൂണിയനകത്ത്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്ത പല സ്റ്റേജസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് ആദ്യം. ഓക്കെ, അതാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. OEEC, ഇതിനെയൊക്കെ ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം. കൗൺസിൽ ഓഫ് യൂറോപ്പ്, EEC, EU എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എന്താണ് ഫുൾ ഫോം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എടാ നോക്കൂ, യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക, അത്തരത്തിലൊരു രാഷ്ട്രം ഫോം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആദ്യം 1948 OEEC ഫോം ചെയ്യുന്നത്. മലയാളത്തിൽ ഇങ്ങനെ തന്നെയാണ് സംഭവം. ഫുൾ ഫോം ഇത്രയേ ഉള്ളൂ, ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ എക്കണോമിക് കോപ്പറേഷൻ എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ഫോർ യൂറോപ്യൻ എക്കണോമിക് കോപ്പറേഷൻ. സോ ഇതാണ് ആദ്യമായിട്ട് ഫോം ചെയ്യുന്നത് 48. ഓക്കെ, പിന്നെ 49 ആയപ്പോൾ കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഫോം ചെയ്യുന്നുണ്ട്. 1957 ആയപ്പോൾ EEC ഫോം ചെയ്യുന്നുണ്ട്. എന്താണ്? യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കോമൺ മാർക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഫോം ചെയ്യുന്നുണ്ട്. ഇനി 1992 നമ്മുടെ യഥാർത്ഥത്തിൽ ആക്ച്വൽ ആയിട്ടുള്ള യൂറോപ്യൻ യൂണിയൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, യൂറോപ്യൻ യൂണിയൻ. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഈ ഒരു സംഭവം ഫോം ചെയ്യുന്നതിന് മുമ്പ് മുന്നോടിയായിട്ടാണ് ഈ 3 സംഭവം ഫോം ചെയ്തത്. ഓക്കെ, ഇതിൽ നിന്നാണ് നമുക്ക് ഇതിലോട്ട് എത്തിയത്. ഇത് ഈ വർഷങ്ങൾ സഹിതം എല്ലാവരും പഠിക്കുക. കാരണം ഇത് നമുക്ക് നമ്മുടെ ക്രൊണോളജിക്കൽ ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ കാലഗണനാ ക്രമത്തിൽ എഴുതാനായിട്ട് ക്രൊണോളജി ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ എന്തായാലും നോക്കൂ, എല്ലാവരും ഒന്ന് ക്ലിയർ ആയിട്ട് ഇതൊന്ന് പഠിച്ചിട്ട് പോകണം. എന്താ പറയുക, ക്രൊണോളജി ആയിട്ട് വർഷങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിക്കുക. അഥവാ എസ് ഐക്ക് ചോദിച്ചാലും ഈ കാര്യങ്ങൾ എഴുതുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, എന്നിട്ട് വേണം യൂറോപ്യൻ യൂണിയൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുന്നു, 8 മാർക്കിന് നമുക്ക് ഇത് എസ് ഐ ടോപ്പിക്കാണ്. അപ്പോൾ ചോദിക്കുമ്പോൾ ആദ്യം എഴുതേണ്ട കാര്യം എന്താണ്? ഈ 4 സംഭവങ്ങൾ, ഇതിൻ്റെ രൂപീകരണത്തെ പറ്റിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. സോ അതൊക്കെ വായിച്ചൊന്ന് എഴുതിയിട്ട് പോവുക. വർഷങ്ങൾ പ്രധാനമാണ്. അതിനുശേഷം നമ്മൾ യൂറോപ്യൻ യൂണിയൻ എന്തായിരുന്നു, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിനകത്ത്. അതുകൂടി കവർ ചെയ്ത് എഴുതുക. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, 1 വേർഡ് ആയിട്ട് ക്രോണോളജി ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കൂ, ആസിയാൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് PYQs നോക്കിയാൽ കാണാൻ പറ്റും. ആസിയാൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് 1 വേർഡും ചോദിച്ചിട്ടുണ്ട്. ഒരു 10 രാജ്യങ്ങളാണ് ഉള്ളത്. സോ ആ രാജ്യങ്ങളുടെ ഒരു പേര് പഠിച്ചിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഇനി അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 3 പില്ലേഴ്സ് ഓഫ് ആസിയാൻ. ആസിയാൻ്റെ 3 തൂണുകൾ ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, 3-4 മാർക്കിന് നമുക്ക് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു 3 പോയിന്റ് ആയിട്ടാണ് അത് വരുന്നത്. കൃത്യമായിട്ട് അത് പഠിച്ചിട്ട് പോകണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് എസ് എ ടോപ്പിക്കാണ് ചൈനീസ് എക്കോണമി, ചൈനീസ് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. ചൈന എന്ന് പറയുന്നത് പെട്ടെന്ന് എന്താ പറയുക, നമ്മുടെ ഓപ്പൺ ഡോർ പോളിസിയൊക്കെ അഥവാ തുറന്ന വാതിൽ നയമൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് ഗ്രോത്ത് അച്ചീവ് ചെയ്ത ഒരു എക്കോണമിയാണ് ചൈനീസ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഓപ്പൺ ഡോർ പോളിസി, ഡെങ് സിയാവോ പിങ് ആണ് അവിടെ ഓപ്പൺ ഡോർ പോളിസി അഥവാ തുറന്ന വാതിൽ നയം കൊണ്ടുവരുന്നത്. അതെല്ലാം മെൻഷൻ ചെയ്തുകൊണ്ട് എസ് എക്ക് വേണ്ടിയിട്ട് അത് പഠിച്ചിട്ട് പോകണം കേട്ടോ. അഥവാ എസ് എക്ക് 8 മാർക്കിന് ചോദിച്ചില്ലെങ്കിൽ ഒരു 6 മാർക്കിനോ 5 മാർക്കിനോ ഷോർട്ടസ്റ്റ് ആയിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നോക്കൂ, ഈ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്ത് വരുന്നതാണ് ഇന്ത്യ ചൈന റിലേഷൻസ്. ഇതും ഇടയ്ക്കൊക്കെ ഒരു എസ് എ ടോപ്പിക് ലെവലിൽ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് എസ്സേ ലെവൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ പൂർണ്ണമായിട്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല ഈ ഒരു ടോപ്പിക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ നോക്കിയാൽ മനസ്സിലാകും അത്യാവശ്യം കംപ്ലീറ്റ് പോർഷനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് മിക്കതും ഒരു എസ്സേ ലെവലും ചോദിക്കുന്നതാണ്. യൂറോപ്യൻ യൂണിയൻ ആയിക്കോട്ടെ, പിന്നെ ആസിയൻ നമുക്കൊരു ഷോർട്ട് എസ്സേ ലെവൽ പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ചൈനീസ് സമ്പദ് വ്യവസ്ഥ ആയിക്കോട്ടെ, ഇന്ത്യ ചൈന റിലേഷൻ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു സംഭവങ്ങളെല്ലാം ഒന്ന് കവർ ചെയ്ത് പറ്റുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂറോപ്യൻ യൂണിയൻ്റെ കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. 3 പില്ലേഴ്സ് ഓഫ് ആസിയൻ എന്തായാലും പഠിക്കുക. അതുപോലെ തന്നെ ഈ ചൈനീസ് എക്കോണമി ഇതും നിങ്ങൾ പഠിച്ചിട്ട് പോകണം കേട്ടോ. ഈ ഓപ്പൺ ഡോർ പോളിസിയൊക്കെ ബേസ് ചെയ്തിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ 3 ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ നമ്മുടെ ആസിയൻ്റെ 3 പില്ലേഴ്സും ചൈനീസ് എക്കോണമി. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നോക്കിയിട്ട് പോകാൻ പറ്റുന്നവരെല്ലാം നോക്കിയിട്ട് പോവുക. ഇനി നോക്കൂ, 14ാമത്തെ ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമ്മുടെ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ, ഇതും 1 വേർഡ്സ് ചോദിക്കാറുണ്ട്. സൗത്ത് ഏഷ്യയിൽ ഒരു 7 രാജ്യങ്ങളാണ്, 7 കൺട്രീസ് ആണ് വരുന്നത്. സോ എന്ത് ചെയ്യുക, ആ സൗത്ത് ഏഷ്യൻ രാജ്യങ്ങൾ ഏതൊക്കെ ആയിരുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം. 1 വേർഡിന് ചോദിക്കാറുണ്ട് പല രീതിയിലും. ഇനി വരുന്നതാണ്, നോക്കൂ, എത്നിക് കോൺഫ്ലിക്റ്റ് ആൻഡ് ഡെമോക്രസി ഇൻ ശ്രീലങ്ക. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 4-5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്.
വംശീയ സംഘർഷവും ജനാധിപത്യവും ശ്രീലങ്കയിൽ എന്നാണ് മലയാളത്തിൽ പറയുന്ന ടോപ്പിക് കേട്ടോ. ഇനി ശ്രീലങ്കയിലെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് നിങ്ങൾ പഠിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് LTTE അഥവാ ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈഴം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ LTTEയുടെ നേതാവായിരുന്നു വേലുപ്പിള്ള പ്രഭാകരൻ എന്ന് പറയുന്നത്. അതും വൺ വേർഡായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഈ ഒരു പ്രശ്നത്തെ ഈ പ്രശ്നത്തെ തുടർന്നാണ് നമ്മുടെ രാജീവ് ഗാന്ധി കൊല്ലപ്പെടുന്നത്. അപ്പോൾ അതെല്ലാം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പഠിച്ചിട്ട് വേണം പോകാനായിട്ട് ശ്രീലങ്കയുടെ പ്രശ്നം. ഇനി നോക്കൂ, ഇത് എളുപ്പമാണ് കേട്ടോ, ഒരു കഥ പോലെ ഓർക്കാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചിട്ട് പോവാം. ഇനി ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബേഴ്സ്, ഇന്ത്യയും അയൽ രാജ്യങ്ങളും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 8 മാർക്കിന് എസ്സേക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ നമ്മുടെ സൗത്ത് ഏഷ്യയിലെ എല്ലാ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്കുള്ള ബന്ധം എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യ എന്ത് ബന്ധമാണ് ബംഗ്ലാദേശുമായിട്ടുള്ളത്, പാകിസ്ഥാനുമായിട്ട്, ഞാൻ പാക്ക് എന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ, ഓക്കെ അതെ, പാകിസ്ഥാനുമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് എന്ത് ബന്ധമാണുള്ളത്, നേപ്പാളുമായിട്ട് ഇന്ത്യക്ക് എന്ത് ബന്ധമുണ്ട്, ശ്രീലങ്കയുമായിട്ട് എങ്ങനെയാണ്, ഭൂട്ടാനുമായിട്ട് എങ്ങനെയാണ്, മാൽഡീവ്സുമായിട്ട് എങ്ങനെയാണ്, ഈ രാജ്യങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, ഇന്ത്യക്ക് എന്ത് ബന്ധമാണുള്ളത്, ഇവ തമ്മിൽ അടിയാണോ നല്ല റിലേഷനാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ ഒരു ടോപ്പിക്ക്. സോ എല്ലാവരും ഇതൊന്ന് എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക. ഓക്കെ, അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. നോക്കൂ, സാർക്ക് എന്താണെന്നുള്ളത് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് വരുന്നതാണ്. ഒരു വൺ വേർഡ് ഒന്ന് നോക്കിയേ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ, ഇതിൻ്റെ ഫുൾ ഫോം ആണ് കേട്ടോ. സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നാണ് നമ്മൾ സാർക്കിന് പറയുന്നത്. ഓക്കെ, അതൊരു വൺ വേർഡ് ആയിട്ടൊന്ന് ഓർത്തിരിക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററാണ് 15ാമത്തെ ചാപ്റ്റർ, യുണൈറ്റഡ് നേഷൻസിൻ്റെ ചാപ്റ്റർ അല്ലേ. നോക്കൂ, എവിടെ ആദ്യമേ പഠിക്കേണ്ടത് ഒരു 4 5 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിക്കാം. നമ്മുടെ UN-ൻ്റെ 6 ഓർഗൻസിനെ പറ്റിയിട്ട്, UN-ൻ്റെ 6 ഭാഗങ്ങളെ പറ്റിയിട്ട് നമുക്ക് ചോദിക്കാറുണ്ട്. മീൻസ് ഒരു ഡയഗ്രാമാറ്റിക് ആയിട്ടൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അതെന്തായാലും കൃത്യമായിട്ട് ഏതൊക്കെ 6 ഓർഗൻസ് UN-നുള്ളൂ ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക്. സോ ആ 6 ഓർഗൻസിൻ്റെ പേരും അതെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിട്ട് പോവുക കേട്ടോ. അപ്പോൾ അത് നല്ലതായിരിക്കും, പഠിച്ചിട്ട് പോവുക. അത് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യ ആൻഡ് UN റിഫോംസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാനൊന്ന് ടിക്ക് മാർക്ക് കൊടുത്ത് വെക്കാം, എല്ലാവരും നോക്കിയിട്ട് പോവുക. ഇന്ത്യയും UN പരിഷ്കരണങ്ങളും. ഓക്കെ, അതായത് ഒരു 4 5 മാർക്കിന് ചോദിക്കുന്ന ഒരു ഷോർട്ടസ്റ്റ് ചോദ്യമാണ്. ഇങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ടോപ്പിക്ക് കൊടുത്തിട്ടുള്ളത് പേര്. പക്ഷേ ഇതിൽ എന്താ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ UN-ലെ പെർമനൻ്റ് അംഗമാവാൻ വേണ്ടിയിട്ട് ഉന്നയിക്കുന്ന വാദങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. ഈ ഒരു ടോപ്പിക് എടുത്ത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി നോക്കൂ കേട്ടോ. അതായത് ഇന്ത്യക്ക് മീൻസ് UN-ലെ പെർമനൻ്റ് അംഗം ആവണമെന്നുണ്ടെങ്കിൽ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. ഒരുപാട് മിലിറ്ററി ഉണ്ടാവണം, പിന്നെന്താ പറയുക, സാമ്പത്തികമായിട്ടുള്ളൊരു നല്ലൊരു ശക്തിയാവണം രാജ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസൊക്കെ ഉള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ഇന്ത്യ സ്വയം പറഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ആ ഒരു ടോപ്പിക്ക്. എല്ലാവരും ഒന്ന് നോക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് കൂടിയാണ് കേട്ടോ, വെറുതെ പറയുന്നതല്ല, അത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് പറയാണ് കേട്ടോ. ഈ ഒരു ടോപ്പിക്കാണ് ഇന്ത്യയും UN പരിഷ്കരണങ്ങൾ. ഒന്ന് നോക്കിയിട്ട് പോണേ. ഇനി നോക്കൂ, നമുക്കൊരു വൺ വേർഡ് ചോദിക്കാം. ട്രിഗ്വി, ദാറ്റ് ഈസ് UN-ൻ്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരായിരുന്നു നമുക്ക് ചോദിക്കാം. ആരാണ്? ട്രിഗ്വി ആയിരുന്നു. ഇനി ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അന്റോണിയോ ഗുട്ടറസ് ആണ് കേട്ടോ. അന്റോണിയോ ഗുട്ടറസ് ആണ്. ടെക്സ്റ്റ് ബുക്കിൻ്റെ അവസാനം ഒരു സൈഡ് ബോക്സിൽ കിടക്കുന്നതാണ്, ആരും ശ്രദ്ധിക്കാറില്ല പൊതുവേ. പക്ഷേ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഈ ട്രിഗ്വിയിലായി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലി ഞാനത് ടിക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നോക്കൂ, റിഫോംസ് ഓഫ് ദ UN. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യ UN റിഫോംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇത്. എസ്സേക്ക് ചോദിക്കുന്നതാണ്, അല്ലെങ്കിൽ 6 മാർക്ക് ലെവലിൽ നമുക്ക് ഷോർട്ടസ്റ്റ് ആയിട്ട് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ UN പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു? മീൻസ് യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന തന്നെ സ്വയം നടത്തിയ കുറച്ച് പരിഷ്കരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് പഠിക്കേണ്ടത്. ഇവിടെ 2 സബ് ടോപ്പിക്സ് ആയിട്ട് നമ്മൾ പഠിച്ചാൽ മതി. റിഫോംസ് ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സും ജൂറിസ്ഡിക്ഷൻ ഓഫ് UN എന്ന് പറഞ്ഞിട്ട് 2 സബ് ടോപ്പിക്കുകളായിട്ടാണ് ഉള്ളത്. മലയാളത്തിൽ അതിനെ നമുക്ക് എങ്ങനെ പറയാം? ഘടനകളുടെയും പ്രക്രിയകളുടെയും പരിഷ്കരണം. രണ്ടാമതായിട്ട് UN-ൻ്റെ അധികാര പരിധി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക കേട്ടോ. റിഫോംസ് ഓഫ് ദ UN-ൻ്റെ പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു? റിഫോം ഓഫ് സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രൊസീജിയേഴ്സും ജൂറിസ്ഡിക്ഷൻ ഓഫ് UN, അഥവാ ഘടനകളുടെയും പ്രക്രിയകളുടെയും പരിഷ്കരണം, UN-ൻ്റെ അധികാര പരിധി. ഇത് മസ്റ്റ് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഞാൻ ഒന്ന് പറയട്ടെ, ഞാൻ ഈ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, ഇത് എല്ലാം കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിട്ട് തന്നെ പോകണം കേട്ടോ. ഇത് പഠിച്ചിട്ട് വേണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ്
നോക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതോടൊപ്പം തന്നെ നമ്മുടെ എന്താ പറയുക +2 അതെ നമ്മുടെ ഓണപരീക്ഷയുടെ പോർഷൻസ് കൂടി നമുക്ക് റിവിഷനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് 1-2 ചോദ്യമൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിലേഷൻ അറിയണമെങ്കിൽ നമ്മൾ ഓണപരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോ ഉണ്ടല്ലോ അത് കണ്ടു നോക്കിയാൽ മതി. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പേടിക്കേണ്ട കേട്ടോ. ഈ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പഠിക്കേണ്ടത്, എന്നിട്ട് വേണം മറ്റുള്ള ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് നിങ്ങളിലോട്ട് എത്തിക്കാനുള്ളൊരു എന്താ പറയുക ഒരു ഉൾപ്രേരണയൊക്കെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും പൊളിറ്റിക്കൽ സയൻസിന് നല്ല മാർക്ക് കിട്ടട്ടെ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും, എസ്എ ടോപ്പിക്സ് ഒക്കെ ഒരുപാടാണ്, കടൽ പോലെയാണ് പഠിക്കാനുള്ളത്. പക്ഷെ നിങ്ങളൊന്ന് പഠിച്ച് നോക്കൂ, പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ഹരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, സോ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും ഒന്ന് നിങ്ങൾ പഠിച്ചു നോക്കൂ, ഉറപ്പായിട്ടും നല്ല മാർക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ കഴിയും, ഉറപ്പായിട്ടും കഴിയും.